അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ യൂണിറ്റായ യൂണിവേഴ്സ് എ ഗ്രേറ്റ് വണ്ടർ, പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ കോമെറ്റ്സ്, മീറ്ററോയിഡ്സ്, ഗാലക്സി, വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ, ഗാലക്സി എന്നിവ എന്തൊക്കെയാണെന്ന് പഠിക്കാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പഠിച്ചത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഇന്ന് നമുക്ക് സൗരയൂഥത്തിലെ ചില വിരുന്നുകാരെക്കുറിച്ച് പഠിക്കാം. വാൽനക്ഷത്രങ്ങൾ അപൂർവമായി സൗരയൂഥത്തിലെത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. സൂര്യനോടടുക്കുമ്പോൾ ഇവയ്ക്ക് തിളങ്ങുന്ന വാൽ രൂപം കൊള്ളുന്നു. Comets are rare visitors to the solar system. They are lumps of cosmetic dust and snow particles. Their tail is formed as they approach the sun and it glows in the sunlight. ഈ ചിത്രത്തിൽ കാണുന്നത് 2013 ഐസൺ വാൽനക്ഷത്രം അഥവാ ഐസൺ കോമറ്റ് ആണ്. സൂര്യനിലേക്ക് പാഞ്ഞ ഐസൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഹാലിയുടെ വാൽനക്ഷത്രം അഥവാ ഹാലീസ് കോമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിപ്രശസ്തമായ ഒരു വാൽനക്ഷത്രത്തിൻ്റെ ചിത്രമാണിത്. കൃത്യമായ ഇടവേളകളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രസിദ്ധമായ വാൽനക്ഷത്രമാണ് ഹാലിയുടെ വാൽനക്ഷത്രം. 18-ാം നൂറ്റാണ്ടിൽ എഡ്മണ്ട് ഹാലി ഇതിൻ്റെ ഭ്രമണപഥവും കൃത്യമായ ഇടവേളകളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നു എന്നും കണക്കാക്കിയതോടെ ഹാലിയുടെ വാൽനക്ഷത്രം എന്ന് വിശേഷിപ്പിക്കുവാൻ തുടങ്ങി. 75-76 വർഷത്തെ കാലയളവിലാണ് ഈ വാൽനക്ഷത്രം ഭൂമിക്കടുത്തെത്തുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും എന്ന സവിശേഷതയും ഇതിനുണ്ട്. സൗരയൂഥത്തിനുള്ളിൽ ഈ നക്ഷത്രം അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് 1986 2061 ഇത് വീണ്ടും പ്രത്യക്ഷപ്പെടും എന്നാണ് കണക്കുകൂട്ടൽ. സൗരയൂഥത്തിലെ മറ്റു ചില വിരുന്നുകാരാണ് ഉൽക്കകൾ. ബഹിരാകാശത്തിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. മീറ്ററോയിഡ്സ്, rock fragments of various size which enter into the Earth's atmosphere are called meteoroids. They burn due to friction with air on entering into the atmosphere. ഈ ഉൽക്കകൾ ഭൂമിയിലേക്ക് പതിച്ചാലോ? കത്തിത്തീരാതെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളുടെ അവശിഷ്ടങ്ങളാണ് ഉൽക്കാശിലകൾ അഥവാ മീറ്ററൈറ്റ്സ്. The unburned remains of the meteors falling on the earth are called meteorites. കൂട്ടുകാർ ഈ ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്നത് ആഫ്രിക്കയിലെ നമീബിയയിൽ പതിച്ച ഉൽക്കാശിലയാണ്. രണ്ടാമത്തെ ചിത്രം റഷ്യയിലെ ചിങ്കേ നദിക്കരയിൽ പതിച്ച ഉൽക്കാശിലയാണ്. These are the pictures of meteorite fallen in Namibia, Africa, and meteorite fallen in the Chinke river side in Russia. ഇപ്പോൾ കൂട്ടുകാർക്ക് സൗരയൂഥത്തിലെ അംഗങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. സൗരയൂഥത്തിലെ അംഗങ്ങളെ പട്ടികപ്പെടുത്തുക. ലിസ്റ്റ് ഔട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം. ആരൊക്കെയാണ് സൗരയൂഥത്തിലെ അംഗങ്ങൾ? ഹൂ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം? സൂര്യൻ, സൺ. ഗ്രഹങ്ങൾ, പ്ലാനറ്റ്സ്. ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്സ്. ക്ഷുദ്രഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ്സ്. കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്സ്. വാൽനക്ഷത്രങ്ങൾ, കോമെറ്റ്സ്. ഉൽക്കകൾ, മീറ്ററോയിഡ്സ്. ഇനി നമുക്ക് നക്ഷത്രലോകത്തെക്കുറിച്ച് പഠിക്കാം. ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ക്രോഴ്സ് ഓഫ് സ്റ്റാർസ് മേക്ക് എ ഗാലക്സി. ക്ഷീരപഥം അഥവാ ആകാശഗംഗ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. മിൽക്കി വേ. The galaxy which includes the solar system is the Milky Way.
It is also known as Akashaganga. ക്ഷീരപഥം അഥവാ മിൽക്കി വേയുടെ ഒരു അതിവിദൂര ദൃശ്യമാണ് കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതുപോലെയുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. യൂണിവേഴ്സ് ഇൻക്ലൂഡ്സ് മില്യൺസ് ഓഫ് ഗാലക്സീസ്. ഇനിയൊരു പ്രവർത്തനമാണ്. വ്യത്യാസം കണ്ടെത്തുക. വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ. ഗാലക്സി, ക്ഷീരപഥം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ comets and meteoroids, galaxy and Milky Way. വാൽ നക്ഷത്രങ്ങൾ അപൂർവമായി സൗരയൂഥത്തിലെത്തുന്ന അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണിവ. സൂര്യനോടടുക്കുമ്പോൾ ഇവയ്ക്ക് തിളങ്ങുന്ന വാൽ രൂപം കൊള്ളുന്നു. ഉൽക്കകൾ ബഹിരാകാശത്തിൽ നിന്നും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലിപ്പത്തിലുള്ള പാറക്കഷണങ്ങളാണ് ഉൽക്കകൾ. അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ വായുവുമായി ഉരഞ്ഞ് ഇവ കത്തും. കോമറ്റ്സ്. കോമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. ദേ ആർ ലംസ് ഓഫ് കോസ്മെറ്റിക് ഡസ്റ്റ് ആൻഡ് സ്നോ പാർട്ടിക്കിൾസ്. Their tail is formed as they approach the sun and it glows in the sunlight. Meteoroids. Rock fragments of various size which enter into the Earth's atmosphere are called meteoroids. They burn due to friction with air on entering into the atmosphere. Galaxy. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഒരു ഗാലക്സി. ക്രോഴ്സ് ഓഫ് സ്റ്റാർസ് മേക്ക് എ ഗാലക്സി. ക്ഷീരപഥം അഥവാ ആകാശഗംഗ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. ആകാശഗംഗ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ദ ഗാലക്സി വിച്ച് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം ഈസ് ദ മിൽക്കി വേ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആകാശഗംഗ. മറ്റൊരു പ്രവർത്തനം. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. ഇതിൻ്റെ കാരണം വിശദമാക്കുക. ദ എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വേർ ലൈഫ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് റീസൺസ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് നോക്കാം. മിതമായ ചൂടും തണുപ്പും. സൗരയൂഥത്തിൽ ഭൂമിയുടെ സ്ഥാനം സൂര്യനോട് ഏറെ അടുത്തുമല്ല ഏറെ അകലെയുമല്ല. അതിനാൽ ക്രമാതീതമായ ചൂടോ തണുപ്പോ ഭൂമിയിൽ ഇല്ല. അന്തരീക്ഷം. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഒരേയൊരു ഗ്രഹമാണ് ഭൂമി. അന്തരീക്ഷവായുവിലെ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. ജലം. ഉപരിതലത്തിൽ വിസ്തൃതമായ ജലത്തിൻ്റെ ശേഖരമുള്ളത് ഭൂമിയിൽ മാത്രമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും ജലമാണ്. മണ്ണ്. വളക്കൂറുള്ള മണ്ണുള്ള ഗ്രഹവും ഭൂമിയാണ്. ജീവൻ നിലനിൽക്കാൻ അത്യാവശ്യമായ ഈ ഘടകങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അതിനാൽ സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ഐഡിയൽ ടെമ്പറേച്ചർ. എർത്ത് ഈസ് നൈദർ നിയർ ടു ദ സൺ നോർ ഫാർ അവേ ഫ്രം ദ സൺ. ദർ ഈസ് നോ എക്സ്ട്രീം ഹീറ്റ് ഓർ കോൾഡ് ഓൺ എർത്ത്. അറ്റ്മോസ്ഫിയർ. എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് വിച്ച് ഹാസ് ആൻ അറ്റ്മോസ്ഫിയർ. Oxygen and the carbon dioxide in the atmosphere are essential for the survival of animals and plants. It is the atmosphere which protects the earth from the meteor showers. Water. Vast expanse of surface water reserve exists only on earth. 2/3 of the surface area of the earth is covered with water. Fertile soil. Earth is also a planet which has fertile soil. All these factors which are essential for the existence of life are present only on Earth. So, the Earth is the only planet in the solar system where life exists. ഇനി നമുക്ക് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തു നോക്കാം. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെട്ടതാണ് പ്രപഞ്ചം.
കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ് ഗാലക്സികൾ. സൗരയൂഥമടങ്ങുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം. സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്നതാണ് സൗരയൂഥം. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. ക്ഷുദ്രഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവയും സൗരയൂഥത്തിൻ്റെ ഭാഗമാണ്. ഭൂമി സൗരയൂഥത്തിലെ അംഗമാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹമാണ് ഭൂമി. അതിവിസ്തൃതമായ പ്രപഞ്ചത്തിലെ ഒരു ചെറു നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്ന ഭൂമി എന്ന ഗ്രഹത്തിലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ. The universe includes crores of galaxies. Galaxies contain crores of stars. Milky Way is the galaxy containing the solar system. Solar system includes the sun, the planets and their satellites. Sun is at the center of the solar system. Asteroids, dwarf planets and comets are also part of the solar system. Earth is a member of the solar system. The Earth is the only planet where life is found to exist. Man is one among the millions of life forms on the planet Earth, which revolves around the Sun, which is a small star in this gigantic universe. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചില പ്രവർത്തനങ്ങൾ നോക്കാം. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ബുധനും ഭൂമിക്കുമിടയിൽ, ഭൂമിക്കും ചൊവ്വയ്ക്കുമിടയിൽ, ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ, ബുധനും ശുക്രനുമിടയിൽ. നമ്മൾ പഠിച്ചതാണ് ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലാണ്. അതുകൊണ്ട് ഉത്തരം സി, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. ചന്ദ്രനിലേതുപോലെ നിരന്തരമായി ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല. എന്തായിരിക്കാം കാരണം? സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഒരേയൊരു ഗ്രഹമാണ് ഭൂമി. ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുന്നത് അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഭൂമിയിൽ ചന്ദ്രനിലേതുപോലെ നിരന്തരമായി ഉൽക്കാപതനം ഉണ്ടാകുന്നില്ല. Identify the position of asteroids in the solar system. Between Mercury and Earth, between Earth and Mars, between Mars and Jupiter, between Mercury and Venus. Answer is C, between Mars and Jupiter. Meteorite fall on the Earth is not as frequent as on the Moon. Why? Earth is the only planet which has an atmosphere. It is the atmosphere which protects the Earth from the meteor showers. Universe a great wonder. പ്രപഞ്ചം എന്ന മഹാത്ഭുതം എന്ന പാഠം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.